Fortune Sunflower Oil IFA Utsav, co-powered by Gioni Smartphone and Ren. സിരാജേട്ടാ ഇവങ്ക സിരിച്ചു പുട്ട നെഞ്ചില ആണി പ്രിയാമണി യെസ് പ്രിയാജീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ധാരാളം ഹാർട്ട്സ് ഇങ്ങനെ കവർന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്, സ്പെഷ്യലി ഡാൻസിലൂടെയാണ്. സോ ഇന്ന് ഒരു ബ്യൂട്ടിഫുൾ പെർഫോമൻസ് അവര് നമുക്ക് വേണ്ടി പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് റെഡി ആയിട്ടിരിക്കുകയാണ്. സോ ലെറ്റ്സ് ഇൻവൈറ്റ് പ്രിയാമണി. Ladies and gentlemen, the next gentleman we have to honor is Mr. T.E. Vasudevan, an encyclopedia on Malayalam cinema. He began his journey in the industry in 1938 as an exhibitor. He went on to produce more than 50 films and distributed close to 1,000. In his 80s, Mr. Vasudevan spent 5 years compiling the history of Malayalam cinema into a book. To present this honor, may I invite on stage Mr. Ravi Kottarakara, the ex-president of FCII. T.E. Vasudevan. In fact, he's a legend in the Malayalam film industry. He's a very close friend of my father, K.P. Kottarakara. Right from my childhood, I was associated with him. He has produced more than 50 films and he has won nearly 5 national awards.
At one stage in his life, he said, I'm not sending my films for the national awards because I've fed up. I want other films to get national awards. So he stopped sending his films. Such a great person. In fact, even Hyderabad should be proud of him because he was closely associated with Sri Nagareddy. They started in 1950 a company called Associated Pictures, which was involved in distribution. T. Vasudevan is a legend, not because he produced a lot of films, but he taught the producers of the Malayalam film industry how to make a film. 7 പതിറ്റാണ്ടുകളായി മലയാള സിനിമാ രംഗത്ത് ഭീഷ്മാചാര്യനായി പ്രകാശിക്കുന്ന കർമ്മയോഗി ടി വാസുദേവൻ. 1917 തൃപ്പൂണിത്തുറയിലാണ് എൻ്റെ ജന്മം. അച്ഛൻ ശങ്കരമേനോൻ, അമ്മ യശോദമ്മ, രണ്ടുപേരും സ്കൂൾ മാഷന്മാരായിരുന്നു. തൃപ്പൂണിത്തുറ ബോയ്സ് ഹൈസ്കൂളിൽ 10ാം ക്ലാസ് പാസ്സായതോടെ പഠിപ്പ് നിർത്തി. നട്ട് നനച്ച് വളർത്തിയ പൂച്ചെടി മുട്ടനാടത്തി തിന്നും, മുട്ടനാടത്തി തിന്നും. 50ലധികം കഥാചിത്രങ്ങളുടെ നിർമ്മാതാവ്. വിവിധ ഭാഷകളിലുള്ള 1000-ലധികം സിനിമകൾ കേരളത്തിൽ വിതരണം നടത്തി. ഫിലിം വ്യവസായത്തിലെ ശരിയും തെറ്റും കണ്ടറിഞ്ഞ മാർഗദർശി. അന്ന് എറണാകുളത്ത് കൊച്ചിൻ സ്റ്റേറ്റ് പവർ ആൻഡ് ലൈറ്റ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞൊരു സ്ഥാപനം തുടങ്ങുന്ന സമയമായിരുന്നു. അതിൽ ആദ്യത്തെ എംപ്ലോയി ആയിട്ട് എനിക്ക് ജോലി കിട്ടി. അവിടെ കാലത്തെ 10 മണിക്ക് പോയാൽ മതി എന്നുള്ളതുകൊണ്ട് കാലത്തെ സമയത്ത് 1-2 മറ്റ് പ്രസ്ഥാനങ്ങളിൽ കൂടി ടൈപ്പിസ്റ്റും ജോലി നോക്കി വന്നു. ആ പ്രസ്ഥാനത്തിൽ ഒരു ഉടമയ്ക്ക് ഒരു ദിവസം ഒരു കമ്പളകി തൃപ്പൂണിത്തുറ ഒരു ടെമ്പററി തിയേറ്റർ തുടങ്ങിയാലോ എന്ന്. അവിടെ ഒരു ടെമ്പററി ഓലക്കെട്ടറുണ്ട്. പ്രൊജക്ടർ മുതലായ സാധനങ്ങൾ വാടകയ്ക്ക് എറണാകുളത്ത് ലഭ്യമാണ്. തുടങ്ങാമല്ലോ എന്നായി ഞാനും. അന്ന് ലോകമഹായുദ്ധം കൊണ്ടുപിടിച്ച കാലമാണ്. രാത്രി ബ്ലാക്ക് ഔട്ടാണ്. വൈകുന്നേരം 7 മണിയായാൽ പിന്നെ ബസ്സില്ല. അപ്പോൾ നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ഉടമയ്ക്ക് തൃപ്പൂണിത്തുറ വന്നിട്ട് സിനിമ നടത്തുന്ന സമയത്ത് അവിടെ നിന്ന് നോക്കിയിട്ട് എറണാകുളത്തേക്ക് വരാൻ ബസ്സിന് സൗകര്യമില്ലാത്തത് കാരണം മാനേജറുടെ ജോലി തൃപ്പൂണിത്തുറ താമസക്കാരനായ എന്നിൽ അർപ്പിക്കപ്പെട്ടു. സ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു. 5 ദേശീയ അവാർഡുകൾ ലഭിച്ചിട്ടും അവ സ്വീകരിക്കാൻ ഡൽഹിയിൽ പോകാതെ പ്രശസ്തിയുടെ പ്രഭാപ്രസരത്തിൽ നിന്നും ഒഴിഞ്ഞുമാറിയ ഘടദീപം. സന്ധ്യക്കെന്തിനു സിന്ദൂരം, ചന്ദ്രികക്കെന്തിനു വൈഡൂര്യം, കാട്ടാറിനെന്തിനു പാദസരം, എൻ കൺമണിക്കെന്തിനാഭരണം. കേരള ഗവൺമെന്റ് ഏർപ്പെടുത്തിയ JC ദാനിയൽ അവാർഡ് ആദ്യമായി നേടിയ മലയാള സിനിമാ തറവാട്ടിലെ കാരണവർ. സത്യസന്ധതയുടെ ആൾരൂപം ടി വാസുദേവൻ. കമനീയ കേരളമേ എൻ മാനസ കോവിലിൽ നീ എന്നും വിളങ്ങണമേ, കമനീയ കേരളമേ. സിനിമ ജീവിതമാക്കിയ അപൂർവ വ്യക്തിത്വം. 2014 ഡിസംബർ 30 കലാകേരളത്തെ ദുഃഖത്തിലാഴ്ത്തി നമ്മോട് വിട പറഞ്ഞു. ആ പ്രതിഭാധനനെ ആദരിക്കുന്നതിലൂടെ ഐഫ ഉത്സവം അഭിമാനിക്കുന്നു. ആദരവോടെ, സ്നേഹത്തോടെ, ബഹുമാനത്തോടെ ഓർക്കാം ടി വാസുദേവൻ. Mr. T. Vasudevan's grandson is present here. I kindly request him to come to the dais and receive this legendary award. ഈ അവസരത്തിൽ ടി വാസുദേവൻ എന്ന എൻ്റെ അച്ചാച്ചനെ ഓർത്തതിന് ഐഫയോടും ഭാരവാഹികളോടും നന്ദി പറയട്ടെ. അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിന് പ്രായം 97-നും 98-നും മധ്യയായിരുന്നു. 97-ാം വയസ്സിലും അദ്ദേഹം വളരെ ആക്റ്റീവായിരുന്നു, സജീവമായിരുന്നു, മെൻ്റലി ആൻഡ് ഫിസിക്കലി. അതിൻ്റെ കാരണമാണ് മലയാള സിനിമയോടുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം, മലയാളം സിനിമയിൽ നിന്ന് കിട്ടിയ പ്രചോദനം. 97-ാം വയസ്സിലും ഒരു മാഗ്നിഫയിങ് ലെൻസ് ഉപയോഗിച്ച് സിനിമാറ്റോഗ്രാഫ് ആക്ട് വായിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിനെയും അദ്ദേഹത്തോട് സഹകരിച്ച ഏവരെയും മലയാള സിനിമയും നമിക്കുന്നു.